ബിനാലയ്ക്ക് പോയി എൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്തില്ലല്ലോ. നമുക്കിന്നൊരു സെക്കൻഡ് പാർട്ട് ആയാലോ? ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളെയും കൊണ്ട് ഫോർട്ട് കൊച്ചി ബിനാലെത്തി. അവിടെ കുറച്ച് പോസ്റ്റ് കിട്ടി. നോർമൽ, കുട്ടികൾ വരാൻ ലേറ്റായി, നമ്മൾ പോസ്റ്റ് അടിച്ചു. എല്ലാവരും വന്നു, ടിക്കറ്റൊക്കെ എടുത്തു, അവരെ അകത്തേക്ക് കയറ്റി. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പല ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആർട്ട് വർക്ക്സ് അവിടെ ഉണ്ടായിരുന്നു. പലതുമായിട്ട്, ചില ആർട്ട് വർക്കുമായിട്ട് നമുക്ക് പേഴ്സണലി ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഒരുപാട് അതിൻ്റെ മുന്നിൽ നിന്ന് പോകും. എനിക്ക് പിന്നെ ആർട്ട് മ്യൂസിയം, അങ്ങനത്തെ ഹിസ്റ്റോറിക് തിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. ഞാൻ ഒരുപാട് ടൈം അതിൻ്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അത് എൻ്റേതായ മീനിങ് കണ്ടെത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ അധികം അങ്ങോട്ടേക്ക് എൻജോയ് ചെയ്ത് ഓരോ ആർട്ട് വർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒബ്വിയസ്ലി നമ്മൾ വർക്കിന് പോകുന്നതാണ്, കുട്ടികളോട് പോകുന്നതാണ്. അതുപോലെ തന്നെ കുറേ കാലത്തിന് ശേഷം വെയിലത്തിറങ്ങിയതുമാണ്. അതിൻ്റെ നല്ല പ്രോബ്ലം എനിക്കിപ്പോൾ ഉണ്ട്. മൈഗ്രെയിൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു നല്ല സംശയം എനിക്ക് ഇല്ലാണ്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഫുഡ് അടിച്ചു, കുട്ടികളുമായിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ 3 പേരും കൂടി ആട്ടോ കുട്ടികളെ കൊണ്ടുപോയത്. ദെൻ തിരിച്ച് മെട്രോയ്ക്ക് വന്നപ്പോൾ നല്ല തിരക്ക്, ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വിശാലമായിട്ട് ഇരുന്ന് വന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ വിശാലമായി നിന്ന് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.